ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് സർപ്രൈസായ ദിവസമാണ്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഏട്ടൻ വൈകുന്നേരമായ സമയത്ത് മഞ്ചേശ്വര വീട്ടിലേക്ക് സർപ്രൈസായിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടനും ഉണ്ണി റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. എനിക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ തുള്ളിച്ചാടി വണ്ടി കയറി. ഇച്ചൂസാണെങ്കിൽ അതിന് മുമ്പ് വന്ന് കയറി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ബേക്കറി മേടിക്കാൻ കുട്ടികൾക്ക് പറഞ്ഞിട്ട് PK ബേക്കറി കയറി. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതിൻ്റെ ഇടയിൽ ഇച്ചൂസ് അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് കൈ കൊണ്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചൂസിൻ്റെ കണ്ണിൽ എവിടെ പറഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ആളാ ചില്ലുംകൂട്ടിലുള്ളതൊക്കെ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റും പറഞ്ഞിട്ട് അത് കൈയിട്ട് മാന്തിക്കൊണ്ടിരിക്കുക. ഇപ്പം കിട്ടിച്ചിട്ട് പാവം കുട്ടിക്ക് അറിയില്ലല്ലോ അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് വരുന്നുണ്ടെന്ന്. അവനതൊക്കെ നടന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബേക്കറി വാങ്ങി ഇറങ്ങിയത് ഏട്ടൻ വണ്ടി വേറെ ഏതോ വഴി കൂടെ വിടുന്നു. പിന്നെ നേരെ വേങ്ങശ്ശേരി റോട്ടിലേക്ക് കയറി. അപ്പം ഞാൻ ആകെ ഷോക്കായി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന്. വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവരൊക്കെ അകത്തായിരുന്നു. പുറത്തെ ലൈറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, ഫുള്ള് ഇരുട്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചപ്പോൾ അച്ഛൻ വാതിൽ തുറന്നു നിന്നു. ആരാ വന്നെന്ന് വിചാരിച്ചിട്ട്. അവർ സത്യം പറഞ്ഞാൽ ശരിക്കും ഞെട്ടി സർപ്രൈസ്ഡായി. കാരണം എന്ന് വെച്ചാൽ അതിന് കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ നാത്തൂൻ്റെ വീട്ടിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വെച്ചേ ഉള്ളൂ. അപ്പോൾ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വരുന്നത്. പെട്ടെന്ന് വന്നപ്പോൾ അമ്മ ചതിച്ചില്ലടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടീനെ കണ്ടപ്പോൾ അത് പരാതിയൊക്കെ മാറി. പിന്നെ കുട്ടീനെ കളിപ്പിക്കലായി രണ്ടുപേരും കൂടി. അച്ഛനാണെങ്കിൽ ഇച്ചൂസിനെ കണ്ടതിന് ശേഷം നിലത്തേ വെക്കണില്ല, അവൻ താഴത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാവണമൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛനും അമ്മയും നിലത്തേ വെക്കാതെ നോക്കുകയാണ് അവന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ കട്ടൻ ചായയും കേക്കൊക്കെ മുറിച്ചു കൊടുന്ന് വന്നു. അമ്മ അതിനും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയാതെ വന്നുകൊണ്ട് ഒരു പാക്കറ്റ് പാല് പോലും മേടിക്കാൻ പറ്റിയില്ല, കട്ടൻ ചായ തരേണ്ടി വന്നു, ഈ എന്താ പറയാണ്ട് വന്നു, ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറച്ചിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് വേഗം വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ വേഗം പോരാന്ന് വെച്ചിട്ട് പോന്നത് തന്നെയാണ്. അപ്പോൾ വേഗം വീട്ടിലേക്ക് പോന്നു. അമ്മയ്ക്കും അച്ഛനും ഉണ്ണീനെ എടുത്തിട്ട് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് വരുമ്പോഴും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേ നിൽക്കുകയാണ്.